മാറ്റത്തിന്റെ തുടർച്ചയ്ക്ക് കൂടെ നിൽക്കാൻ ജനതയെ ആഹ്വാനം ചെയ്ത LDF വികസന സന്ദേശ ജാഥകൾ സമാപിക്കുകയാണ്. സർക്കാർ നടപ്പാക്കിയ വികസന നേട്ടങ്ങൾ തൊട്ടറിഞ്ഞ ജനഹൃദയങ്ങളുടെ സ്പന്ദനത്തിൽ നിന്ന് ആവേശത്തിന്റെ ഊർജം ഏറ്റുവാങ്ങിയാണ് ജാഥകൾ അവസാന ഘട്ടത്തിലെത്തിയത്. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ക്യാപ്റ്റനായ മധ്യമേഖല ജാഥ ശനിയാഴ്ച സമാപിച്ചപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിച്ച തെക്കൻ മേഖല ജാഥ ഇന്നലെയാണ് പര്യടനം പൂർത്തിയാക്കിയത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച വടക്കൻ മേഖല ജാഥ 6 ജില്ലകളിലൂടെ സഞ്ചരിച്ച് ഇന്ന് പാലക്കാട് ജില്ലയിൽ സമാപിക്കും. വർഗീയ കലാപങ്ങളില്ലാത്ത കേരളത്തിനും ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കും LDF സർക്കാർ സാധ്യമാക്കിയ മാറ്റങ്ങൾക്ക് തുടർച്ച ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ജാഥകൾ ജനങ്ങളോട് പറഞ്ഞത്. ആശുപത്രികളുടെയും വിദ്യാലയങ്ങളുടെയും ദേശീയപാതകളുടെയും മാറിയ ചിത്രവും ക്ഷേമ പെൻഷനും ലൈഫ് പദ്ധതിയും സുരക്ഷിതമാക്കിയ അനേക ലക്ഷം ജീവിതങ്ങളുടെ നേർചിത്രവും അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ഫെബ്രുവരി 1 മുതൽ 2 ആഴ്ചയോളം സംസ്ഥാനമൊട്ടാകെ സഞ്ചരിച്ച ജാഥകളെ സ്വീകരണ കേന്ദ്രങ്ങളിൽ വൻ ജനാവലിയാണ് വരവേറ്റത്. തൊഴിൽ കേന്ദ്രങ്ങളിലും കവലകളിലും പതിനായിരങ്ങൾ ആവേശപൂർവ്വം ജാഥയെ സ്വീകരിച്ചാനയിച്ചത് LDF സർക്കാർ നടപ്പാക്കിയ വികസനത്തിനും ജനക്ഷേമത്തിനും കലർപ്പില്ലാത്ത പിന്തുണയുമായി കേരളം ഒപ്പം നിൽക്കുന്നു എന്നതിന്റെ തെളിവാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സമാനതകളില്ലാത്ത വികസനവും വളർച്ചയുമാണ് കേരളം നേടിയത്. 2000 രൂപ ക്ഷേമ പെൻഷൻ നൽകുന്ന മറ്റൊരു സംസ്ഥാനവും രാജ്യത്തില്ല. സ്ത്രീ സുരക്ഷാ പെൻഷനും കണക്ട് വർക്ക് സ്കോളർഷിപ്പുമായി 36 ലക്ഷത്തോളം പേർക്കാണ് ആശ്വാസമേകുന്നത്. 5 ലക്ഷം കുടുംബങ്ങളുടെ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ഒരുപോലെ നടപ്പാക്കിയ വികസന പദ്ധതികൾ അനുഭവിച്ചറിഞ്ഞ ജനം LDF നേതാക്കളെ ആവേശപൂർവ്വം സ്വീകരിക്കുകയായിരുന്നു. വികസന മുന്നേറ്റ ജാഥകളിലെ വമ്പിച്ച ജനപങ്കാളിത്തം പ്രതിപക്ഷമായ UDFനെയും BJPയും ഒരുപോലെ വിരളി പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് തമസ്കരിക്കാനാണ് തുടക്കം മുതൽ വലിയ വിവാദ കോലാഹലത്തിന് പ്രതിപക്ഷം ശ്രമിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ SIT അന്വേഷണത്തിനെതിരെയായിരുന്നു ആദ്യം. അന്വേഷണത്തിൽ ഹൈക്കോടതി സംതൃപ്തി രേഖപ്പെടുത്തിയതോടെ അയ്യപ്പ സംഗമത്തെ വിവാദമാക്കാനായി ശ്രമം. ഉണ്ണികൃഷ്ണൻ പോറ്റിയും UDF കൺവീനറും തമ്മിലുള്ള അടുത്ത ബന്ധത്തിന്റെ തെളിവുകളും കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ അംഗമായ ബോർഡ് പുതിയ കൊടിമരം നിർമ്മിച്ചതിൽ വൻ വെട്ടിപ്പ് നടത്തിയതും പ്രതിസന്ധിയിലാക്കിയപ്പോഴാണ് UDFനെ രക്ഷിക്കാൻ അയ്യപ്പ സംഗമ കണക്കുമായി മാധ്യമങ്ങൾ രംഗത്തു വന്നത്. 2025 നവംബറിൽ ഹൈക്കോടതി അംഗീകരിച്ച എസ്റ്റിമേറ്റ് വെച്ചായിരുന്നു ചെലവ് കണക്കെന്ന രീതിയിലുള്ള കുപ്രചാരം. സ്കൂൾ തുറക്കും മുമ്പേ പാഠപുസ്തകങ്ങളും യൂണിഫോമും കുട്ടികൾക്ക് നൽകുന്നതിനെ പോലും പരിഹസിച്ച രമേശ് ചെന്നിത്തലയെ പോലെ മുതിർന്ന നേതാക്കൾ രംഗത്ത് വന്നതിൽ നിന്നു തന്നെ പ്രതിപക്ഷത്തിന്റെ പരാജയഭീതി എത്രമാത്രമുണ്ടെന്ന് ഊഹിക്കാവുന്നതാണ്. പാഠപുസ്തകം നേരത്തെ അച്ചടിക്കുന്നത് വലിയ അപരാധമാണെന്ന അഭിപ്രായമാണോ UDFനെന്ന് വ്യക്തമാക്കാൻ വടക്കൻ മേഖല ജാഥ ലീഡർ കൂടിയായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷത്തിന് മറുപടി ഉണ്ടായില്ല. തങ്ങളുടെ വ്യാമോഹങ്ങൾ കടപുഴകി വീഴും എന്നറിയാവുന്നതിലാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ കള്ളപ്രചാരണം നടത്തുന്നതെന്നും കേരളത്തിന്റെ ഭാവി LDF ഭദ്രമാണെന്ന് ജനങ്ങൾക്കറിയാമെന്ന് സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്ന് ഉറപ്പായെന്നും തെക്കൻ മേഖല വികസന മുന്നേറ്റ ക്യാപ്റ്റനും CPI സംസ്ഥാന സെക്രട്ടറിയുമായ ബിനോയ് വിശ്വം പറയുന്നു. പ്രതിസന്ധികളിൽ തളരാതെ ചേർത്തുപിടിച്ച സർക്കാരിനോടുള്ള സ്നേഹമാണ് എങ്ങും അടയടിച്ചത്. ഭരണ തുടർച്ചയെന്ന നാടിന്റെ ആഗ്രഹം ജനപങ്കാളിത്തത്തിൽ പ്രകടമായെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വിവാദങ്ങൾക്ക് പിന്നാലെയല്ല, വികസനത്തിനൊപ്പമാണ് LDFും കേരളവുമെന്ന് ജാഥകളിലെ ജനപങ്കാളിത്തം തെളിയിച്ചതായി മധ്യമേഖല ജാഥ നയിച്ച ജോസ് കെ മാണി MP പറഞ്ഞു. പ്രതിപക്ഷ MLAമാരുടെ മണ്ഡലങ്ങളിലെല്ലാം ജാഥയ്ക്ക് വൻ വരവേൽപ്പ് ലഭിച്ചത് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. വിവാദങ്ങളെയും വിദണ്ഡവാദങ്ങളെയും അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്ന ജനം LDFലാണ് പ്രതീക്ഷയർപ്പിക്കുന്നത് എന്ന് ഉറപ്പാക്കുന്നതായി വികസന മുന്നേറ്റ ജാഥകൾ.